doing very well. Today we are going to discuss yet another interesting topic, that is merchandising. Merchandise എന്ന വാക്ക് ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Merchandise means any goods that is bought or sold. അതായത് ഏതെങ്കിലും പ്രോഡക്റ്റിനെയാണ് പൊതുവെ മെർച്ചൻഡൈസ് എന്ന് പറയുന്നത്. Merchandise means any product for sale, either wholesale or retail. So, merchandising എന്ന് പറയുന്നത് എന്തായിരിക്കും? Merchandising is all those marketing and sales related activities related to any product in an industry. In other words, merchandising may be defined as all those activities carried out in an industry in order to deliver the right good to the right people at right time, at right quantity and right quality. മെർച്ചൻഡൈസിംഗ് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഓർത്തുവെക്കാനും 6 R's ഓഫ് മെർച്ചൻഡൈസിംഗ് കൺസെപ്റ്റ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു ഗൂഡ്സ് എത്രയും നല്ല രീതിയിൽ ഡെലിവർ ചെയ്യാൻ പറ്റുന്നു ആ രീതിയിൽ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും മെർച്ചൻഡൈസിംഗ് എന്ന് പറയാം. ഈ ഒരു സെഷനിൽ ഗാർമെന്റ് ഇൻഡസ്ട്രിയിൽ മെർച്ചൻഡൈസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഇൻഡസ്ട്രിയിൽ മാനുഫാക്ചറിംഗ് പ്രോസസ് കൂടാതെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് റിലേറ്റഡ് ആക്ടിവിറ്റീസും കൂടി ആവശ്യമാണ്. സോ മെർച്ചൻഡൈസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ആക്ടിവിറ്റീസ് ഒക്കെ മോണിറ്റർ ചെയ്യുന്നത്. സോ മെർച്ചൻഡൈസിംഗ് ഡിപ്പാർട്ട്മെന്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് that monitors, controls, carries out, coordinates all other departments in order to deliver a quality product to the customer by right time. മെർച്ചൻഡൈസിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മെർച്ചൻഡൈസേഴ്സ് ആരാണ് എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഗാർമെന്റ് ഇൻഡസ്ട്രിയിലെ മെർച്ചൻഡൈസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മാർക്കറ്റിംഗ് സെയിൽസ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത് മെർച്ചൻഡൈസേഴ്സ് എന്ന് പറയുന്ന ഡെസിഗ്നേഷനിൽ ജോബ് റോൾസ് ഉള്ളവരാണ്. അതായത് മെർച്ചൻഡൈസേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ഹൂ acts as an intermediate between a buyer and a manufacturer or a supplier and a manufacturer. അതായത് ഒരു ഓർഡർ കിട്ടുന്ന ഫസ്റ്റ് സ്റ്റേജ് മുതൽ മാനുഫാക്ചറിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സ്റ്റേജ് വരെ എത്തിക്കുന്ന എല്ലാ പ്രോസസ്സിലും മെർച്ചൻഡൈസേഴ്സിന്റെ റോളാണ്. സോ ലെറ്റ്സ് സീ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് എ ഗാർമെന്റ് merchandising department, which are planning, sourcing, costing, communicating, coordinating, and documentation and record maintenance. The main functions of merchandising department ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഡിയർ സ്റ്റുഡൻസ്, പ്ലാനിംഗ് ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ് മെർച്ചൻഡൈസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ. സോ ലെറ്റ് സി എന്താണ് ഈ പ്ലാനിംഗ് അല്ലെങ്കിൽ മെർച്ചൻഡൈസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പ്ലാനിംഗ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന്. ഒരു റോ മെറ്റീരിയൽ സോഴ്സിംഗ്, അത് ഫാബ്രിക് ആവട്ടെ, ആക്സസറീസ്, ഇതെല്ലാം സോഴ്സ് ചെയ്യുന്നത് മുതൽ ഓരോ സ്റ്റേജസിൽ ആ ഗാർമെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ അപ്രൂവൽസും, സാമ്പിൾസിലും ഫാബ്രിക് അപ്രൂവൽസിലും ആക്സസറീസ് അപ്രൂവൽസിലും പ്രിന്റ് അപ്രൂവൽസ്, എംബ്രോയിഡറി സ്ട്രൈക്ക് ഓഫ് അപ്രൂവൽസ്, ഇതിലെല്ലാം എപ്പോ അയക്കണം, എപ്പോ അപ്രൂവൽസ് കിട്ടണം, അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴാണ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക, എപ്പോഴാണ് റോ മെറ്റീരിയൽസ് ഇൻഡസ്ട്രിയിൽ ഉള്ളിൽ എത്തിക്കാൻ പറ്റുക, ഇതെല്ലാ കാര്യങ്ങളും വെൽ പ്ലാൻഡ് ആണെങ്കിൽ മാത്രമേ ഷിപ്മെന്റ് ഡേറ്റിനനുസരിച്ച് നമുക്ക് ഈ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ടൈം ആൻഡ് ആക്ഷൻ പ്ലാനിംഗ് എന്ന് പറയാം. അതായത് ഓരോ ആക്ടിവിറ്റീസിനും ഇത്ര സമയം അല്ലെങ്കിൽ ഈ സമയത്തിന്റെ ഉള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഫൈനൽ ഷിപ്മെന്റ് ഡേറ്റ് നമുക്ക് കസ്റ്റമർ പറയുന്ന അനുസരിച്ചിട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. Time and action plan is a tool used by merchandisers to analyze the ideal period for the major activities related to any product so that the product can be delivered on time. ഇതൊരു ഗാർമെന്റ് എക്സ്പോർട്ട് ഓർഡറിന്റെ ടൈം ആൻഡ് ആക്ഷൻ പ്ലാൻ ആണ്.
ഒരു എക്സ്പോർട്ട് ഓർഡറിൻ്റെ ലീഡ് ടൈം, അതായത് കസ്റ്റമർ ആ പ്രൊഡക്ഷൻ തീർത്ത് ഷിപ്മെൻറ്റ് ചെയ്യാൻ തരുന്ന ഡേയ്സ് 120 ഡേയ്സ് ആണെങ്കിൽ അതനുസരിച്ച് ഓരോ പ്രോസസ്സിന് പ്ലാൻ ചെയ്യുന്ന ഡേറ്റും ആക്ച്വൽ ഏത് ഡേറ്റിൻ്റെ ഉള്ളിലാണ് ഈ ഷിപ്മെൻറ്റ് തീർക്കാൻ പറ്റുക, ഓരോ ആക്ടിവിറ്റീസ് എത്ര ദിവസം എടുക്കും എന്ന് അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും മെർച്ചൻഡൈസറിന് ടൈം ആൻഡ് ആക്ഷൻ പ്ലാൻ വഴി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ ഓരോ പ്രോസസ്സും ശരിയായ രീതിയിൽ ടൈം എടുത്തിട്ട് തന്നെയാണോ ചെയ്യുന്നതും ടൈം വേസ്റ്റ് ചെയ്യാതെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുണ്ടോ എന്നതും കൂടി ടൈം ആൻഡ് ആക്ഷൻ പ്ലാൻ വഴി മെർച്ചൻഡൈസേഴ്സിന് നോക്കാൻ പറ്റും. ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ബയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ ബയേഴ്സിന്റെ ഓർഡേഴ്സും കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് ഡെലിവറി എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് മെർച്ചൻഡൈസേഴ്സ് ലൈൻ പ്ലാൻ ചെയ്യണം. ഒരു ഗാർമെൻറ് ഇൻഡസ്ട്രിയിലെ സ്യൂയിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ മെഷീൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രോഡക്റ്റിന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മെഷീൻസും ഒരു ലൈനിൽ. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ ഓരോ പ്രോഡക്റ്റിനും ഓരോ ലൈനിലാണ് സ്റ്റിച്ച് ചെയ്യാൻ അസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫിഗറിൽ 5 ഡ്രസ്സസ് കാണിച്ചിട്ടുണ്ട്. 5 ഡ്രസ്സസിനെയും ഓരോ ലൈനിൽ അസൈൻ ചെയ്തിട്ടുണ്ട്. ഏത് ഡേ ആണ് ഒരു ഡ്രസ്സ് ലോഡ് ചെയ്യുന്നതും അത് എപ്പോൾ കംപ്ലീറ്റ് ആവുന്നതും അതിനനുസരിച്ച് അടുത്ത പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡ്രസ്സ് എപ്പോഴാണ് പ്രൊഡക്ഷനിൽ എടുക്കേണ്ടതും അതിൻ്റെ ഡേറ്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നതിനെയാണ് ലൈൻ പ്ലാനിങ് എന്ന് പറയുന്നത്. മെർച്ചൻഡൈസേഴ്സിന്റെ ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഗാർമെന്റിനെ സംബന്ധിച്ച് അതിന്റെ റോ മെറ്റീരിയൽസ് ആയ ഫാബ്രിക്, ആക്സസറീസ് ഇതിന്റെ എല്ലാം അപ്രൂവൽസ് എടുത്തിരിക്കണം. ഫാബ്രിക്കിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി, ഫാബ്രിക്കിന്റെ കളർ, അതിന് നമ്മൾ സോളിഡ് ലാബ് ഡിപ്സ് എന്ന് പറയും. പ്രിന്റഡ് ഫാബ്രിക് ആണെങ്കിൽ പ്രിന്റ് സ്ട്രൈക്ക് ഓഫ്സ്, എംബ്രോയിഡറി ചെയ്തിട്ടുള്ളതാണെങ്കിൽ എംബ്രോയിഡറി സ്ട്രൈക്ക് ഓഫ്സും, ഫാബ്രിക്കിന്റെ വെയിറ്റ്, ഇതെല്ലാം ഫാബ്രിക് റിലേറ്റഡ് ആണ്. ആക്സസറീസ് ആൻഡ് ട്രിംസ് റിലേറ്റഡ് ആണെങ്കിൽ ആക്സസറീസിന്റെ കളേഴ്സ്, സ്ട്രെങ്ത്, ക്വാളിറ്റി, ഇതെല്ലാം ഗാർമെന്റിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പേ അതിന്റെ അപ്രൂവൽ കസ്റ്റമറിൽ നിന്ന് വാങ്ങിക്കണം എന്നുള്ളതാണ്. അപ്രൂവൽസിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ഫാബ്രിക്കും ആക്സസറീസും പറഞ്ഞതുപോലെ തന്നെ പ്രൊഡക്ഷനിൽ എത്തിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഗാർമെന്റ്സും അപ്രൂവലിന് അയക്കണം. ഈ ഗാർമെന്റ് സാമ്പിൾ അപ്രൂവൽസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഒരു സീരീസ് ഓഫ് സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൽ ഇനീഷ്യൽ ആയിട്ട് വരുന്നത് പ്രോട്ടോ സാമ്പിൾ. പ്രോട്ടോ സാമ്പിളിന്റെ പ്രത്യേകത ആദ്യമായിട്ട് ഒരു ഡിസൈൻ റെഫറൻസിന് വേണ്ടിയിട്ടും ഇതിൽ ബയർ ചോദിക്കുന്നതനുസരിച്ച് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഫാബ്രിക്കും ആക്സസറീസും ഉപയോഗിച്ച് നമ്മൾ ആദ്യമായിട്ട് ഒരു സാമ്പിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. മേ ബി ബയർ നമുക്ക് തരുന്നത് ഒരു സ്കെച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സാമ്പിൾ ആയിരിക്കാം. ഇതനുസരിച്ച് നമ്മൾ ജസ്റ്റ് അവർക്ക് ഒരു സ്റ്റൈൽ റെഫറൻസിന് വേണ്ടി അടിച്ചു കൊടുക്കുന്ന സാമ്പിളിനെയാണ് നമ്മൾ പ്രോട്ടോ സാമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഫിറ്റ് സാമ്പിൾ. ഫിറ്റ് സാമ്പിളിംഗ് പ്രൊസീജിയറിൽ പേര് കേൾക്കുമ്പോൾ തന്നെ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു സം മെഷർമെന്റ് അല്ലെ. അപ്പോൾ നമ്മൾക്ക് ഗാർമെന്റ് സാമ്പിൾസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരു സൈസിൽ അത് കൂടുതലും നമ്മളൊരു മിഡിൽ സൈസാണ് എടുക്കുക. ഫോർ എക്സാമ്പിൾ സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, അങ്ങനെ 4 സൈസസ് ഉണ്ടെങ്കിൽ മീഡിയം അല്ലെങ്കിൽ ലാർജ്, ഈ രണ്ടിലെ ഏതെങ്കിലും ഒരു സൈസിൽ നമ്മളൊരു ഗാർമെന്റ് സാമ്പിൾ അടിച്ചു കൊടുക്കുന്നു. അതനുസരിച്ച് ബയർ അതിന്റെ മെഷർമെന്റും ആക്യുറസി എങ്ങനെയാണ് എന്നെല്ലാം റെഫർ ചെയ്യുന്നത് ഈ സാമ്പിളിലൂടെയാണ്. തേർഡ് വൺ ഈസ് ദ സൈസഡ് സാമ്പിൾസ്. സൈസഡ് സാമ്പിൾസിൽ നമ്മൾ ഒരു സൈസിൽ ചെയ്തതുപോലെ തന്നെ ഫുൾ കംപ്ലീറ്റ് സെറ്റിൽ നമ്മൾ ഈ സാമ്പിൾസ് അടിച്ചു കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ 4 സൈസ് തന്നിട്ടുണ്ടെങ്കിൽ 4 സൈസിലും നമ്മൾ ഈ സാമ്പിൾസ് അടിച്ചു കൊടുത്ത് മെഷർമെന്റ് അക്യൂറസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബയറിൽ നിന്ന് നമുക്ക് അപ്രൂവൽ കിട്ടണം. ഇതാണ് സൈസഡ് സാമ്പിൾസ്. നെക്സ്റ്റ് വരുന്നതാണ് പ്രീ പ്രൊഡക്ഷൻ സാമ്പിൾസ്. വൺസ് ഈ പ്രോട്ടോ, ഫിറ്റ്, സൈസഡ് കംപ്ലീറ്റ്ലി അപ്രൂവൽസ് കിട്ടിയാലും മാത്രമേ നമുക്ക് പ്രീ പ്രൊഡക്ഷൻ സാമ്പിളിംഗിൽ പോകാൻ പറ്റുള്ളൂ. പ്രീ പ്രൊഡക്ഷൻ സാമ്പിൾസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് ഒറിജിനൽ ഫാബ്രിക്കും ഒറിജിനൽ ആക്സസറീസും സപ്ലയറിൽ നിന്ന് നമ്മളുടെ കമ്പനിയിൽ വന്നിരിക്കണം. എന്നാൽ മാത്രമേ ഈ സാമ്പിൾസിൽ നമുക്ക് ഒറിജിനൽ ഫാബ്രിക് ആൻഡ് ആക്സസറീസ് യൂസ് ചെയ്ത് അപ്രൂവലിന് അയക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് പ്രീ പ്രൊഡക്ഷൻ സാമ്പിൾ. പ്രീ പ്രൊഡക്ഷൻ സാമ്പിൾ വൺസ് അപ്രൂവ് വന്നാൽ മാത്രമേ പ്രൊഡക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ മെർച്ചൻഡൈസേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്
പ്രൊഡക്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് ശരിയായിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ ഇൻഡസ്ട്രിക്ക് ഉള്ളിൽ ഇൻഹൗസ് ചെയ്യണം, അതായത് എത്തിച്ചു കൊടുക്കണം എന്നുള്ളത്. ഇനി സെക്കൻഡ് മെയിൻ ഫംഗ്ഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് സോഴ്സിംഗ് ആണ്. മെർച്ചൻഡൈസിങ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് തന്നെ ഈ സോഴ്സിംഗ് കാര്യത്തിലാണ്. അതായത് സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ ബയറിൽ നിന്ന് ഓർഡർ സോഴ്സ് ചെയ്യണം, അതായത് ഒരു എക്സ്പോർട്ട് ഓർഡർ നമുക്ക് കിട്ടണം. സെക്കൻഡ് വരുന്നത് റോ മെറ്റീരിയൽ സോഴ്സ് ചെയ്യണം. റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഫാബ്രിക്കും ആക്സസറീസും രണ്ടും സോഴ്സ് ചെയ്യണം. ഇത് കൂടാതെ ഒരു ഗാർമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ പ്രിന്റ് ഉണ്ടാവും, എംബ്രോയിഡറി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്ത് നമ്മൾക്ക് ചെയ്യേണ്ട ചില ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പൊ ഇതിനെയൊക്കെ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ വാഷിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് പുറമേ നിന്നുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് സോഴ്സ് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയും വരും. ഇതിനെയാണ് നമ്മൾ സബ് കോൺട്രാക്ടിങ് എന്ന് പറയുക. അപ്പൊ പുറമേ ഉള്ള ചെറിയ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ആയിട്ട് അതും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്ന യൂണിറ്റ്സ് ആയിട്ട് തന്നെ ബന്ധം ഉണ്ടാക്കണം. അപ്പൊ ഇതും ഒരു സോഴ്സിംഗ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ബയർ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിന് ഓർഡർ കൊടുക്കുന്നത് പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മേജർ എന്ന് പറയുന്നത് നേരത്തെ ഈ ബയറും മാനുഫാക്ചറിങ് യൂണിറ്റും തമ്മിൽ ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. സെക്കൻഡ് എന്ന് പറയുന്നത് ഈ മാനുഫാക്ചറിങ് യൂണിറ്റില് MDO അല്ലെങ്കിൽ മെയിൻ പേഴ്സൺ പുറമെ ട്രേഡ് ഫെയർസിലും എക്സിബിഷൻസിലും ഫാഷൻ ഷോസിലൊക്കെ പോയിട്ട് ഈ ബയേഴ്സ് ആയിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടാക്കും. ആ സമയത്ത് ഇവരുടെ നെഗോസിയേഷൻ അനുസരിച്ച് ബയർ സാമ്പിൾ കൊടുക്കാം, അല്ലെങ്കിൽ ബയറിന്റെ ഫാഷൻ ഡിസൈനേഴ്സ് സ്കെച്ചസ് കൈമാറാം. അപ്പൊ അതനുസരിച്ച് തിരികെ വരുമ്പോൾ ഈ ഓർഡേഴ്സ് സാമ്പിളിംഗ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ പുതിയൊരു ബയറായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുക. ഒരു ഗാർമെന്റിൽ സോഴ്സിംഗ്, റോ മെറ്റീരിയൽ സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് ഫാബ്രിക്കും ട്രിംസ് ആൻഡ് ആക്സസറീസ് സോഴ്സിംഗ് ആണ്. ഈ ഫാബ്രിക് പ്ലസ് ട്രിംസ് ആൻഡ് ആക്സസറീസ് ചേരുമ്പോഴാണ് ഒരു ഗാർമെന്റ് ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ് ഈ ട്രിംസ് ആൻഡ് ആക്സസറീസ് എന്ന് പറയുന്നത്? ട്രിംസ് എന്ന് പറഞ്ഞാൽ ഒരു ഗാർമെന്റിൽ അത്യാവശ്യം യൂസ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ, ഫാബ്രിക് ഒഴികെ, അതായത് സ്യൂയിങ് ത്രെഡ്, സിപ്പർ, വെൽക്രോ, ബട്ടൺസ്, ഇതെല്ലാം നമ്മൾ ട്രിംസ് എന്ന് പറയും. കാരണം അതില്ലാണ്ട് ആ സാമ്പിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് ആക്സസറീസ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി പർപ്പസസിനും ആവാം, കൂടുതലും ഡെക്കറേറ്റീവ് പർപ്പസസിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള, അതായത് സീക്വൻസ്, ബീഡ്സ്, പിന്നെ പുറമേ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ബാൻഡ്സ് അല്ലെങ്കിൽ ബാംഗിൾസ്, ഇയറിംഗ്സ്, ഇതെല്ലാം ആക്സസറീസ് ആണ്. ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ഗാർമെന്റിനെ സംബന്ധിച്ച് മെയിൻ ആയിട്ട് ഫാബ്രിക്, ട്രിംസ് ആൻഡ് ആക്സസറീസ് പറയുമ്പോൾ ഫാബ്രിക്കിൽ ഉള്ളിൽ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഈ റോ മെറ്റീരിയൽ സോഴ്സിംഗിൽ പറയുമ്പോൾ ഓൾറെഡി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സപ്ലയേഴ്സ് അല്ലെങ്കിൽ ഓൾറെഡി ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ള സപ്ലയേഴ്സ്, ഫാബ്രിക് ആയിട്ട് നേരത്തെ പർച്ചേസ് ചെയ്തിട്ടുള്ള അറിവും, അതേപോലെ ട്രിംസ് ആൻഡ് ആക്സസറീസ് സോഴ്സ് അല്ലെങ്കിൽ നേരത്തെ ഓർഡേഴ്സിന് ഉപയോഗിച്ച് അവരുടെ ലിസ്റ്റ് എല്ലാം നമ്മളുടെ ഉണ്ടാവും. അപ്പൊ ഇതനുസരിച്ച് നമ്മൾ സപ്ലയേഴ്സിനെ നോക്കുമ്പോൾ നമുക്ക് അവര് എങ്ങനെയാണോ ക്വാളിറ്റി തരുന്നത് എല്ലാം നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. ആ രീതിയിൽ നമ്മൾ സപ്ലയറിനെ സോഴ്സ് ചെയ്യും. സെക്കൻഡ് എന്ന് പറയുന്നത് ചില എക്സ്പോർട്ട് ഓർഡേഴ്സിൽ ബയർക്ക് തന്നെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അവർ നോമിനേറ്റ് ചെയ്യുന്ന സപ്ലയേഴ്സ് ഉണ്ടാവും. അതായത് ഒരു സിപ്പർ ആണെങ്കിൽ ഇന്ന ക്വാളിറ്റിയിലുള്ള സിപ്പർ ഇന്ന സപ്ലയർ ആണ്, അവിടുന്ന് മാത്രമേ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് അവര് നോമിനേറ്റഡ് സപ്ലയേഴ്സ് എന്നാ പറയുക, അതായത് ബയർ പറയുന്ന സപ്ലയേഴ്സ്. അപ്പൊ ഇങ്ങനെയും നമ്മൾ റോ മെറ്റീരിയൽസ് ഇൻഡസ്ട്രിയിലേക്ക് വാങ്ങും. തേർഡ് വരുന്നത് ഒരു ഗാർമെന്റിൽ യൂസ് ചെയ്യുന്ന പ്രിന്റോ എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുന്ന, അപ്പൊ അവര് നമ്മൾ സപ്ലയേഴ്സ് എന്ന് പറയും. കാരണം നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ചിലപ്പോ ഈ പറയുന്ന പ്രിന്റിങ്ങും ഈ പറയുന്ന എംബ്രോയിഡറിയും അതിന്റെ സംവിധാനം ഉണ്ടാവില്ല. അപ്പൊ ഇതെല്ലാം ഈ മെർച്ചൻഡൈസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സോഴ്സിംഗിന്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ്. ഇനി തേർഡ് മെയിൻ മെർച്ചൻഡൈസിംഗ് ഫംഗ്ഷൻ വരുന്നത് കോസ്റ്റിംഗ് ആണ്. കോസ്റ്റിംഗ് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഒരു ഡ്രസ്സിലെ ആക്ച്വൽ കോസ്റ്റ് ഡിറ്റർമിനേഷൻ ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് ആണ്. ഇതൊരു കോസ്റ്റ് ഷീറ്റ് ആണ്. ഒരു ഗാർമെന്റിന്റെ കോസ്റ്റിംഗ് ചെയ്തിട്ടുള്ള സ്പ്രെഡ് ഷീറ്റിനെയാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്.
ഒരു കോസ്റ്റ് ഷീറ്റിൽ ആ ഗാർമെൻറ്റിൻ്റെ സ്റ്റൈൽ നെയിം, സ്റ്റൈൽ നമ്പർ, ബയർ നെയിം, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഗാർമെൻറ്റ്, ഡേറ്റ് ഇതെല്ലാം കൊടുത്തിരിക്കും. ഒരു ഗാർമെൻറ്റിൽ കോസ്റ്റിംഗ് ചെയ്യുന്നത് കോസ്റ്റ് ബ്രേക്കപ്സ് വഴിയാണ്. അതായത് ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് ആൻഡ് മിസലേനിയസ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റിൽ ഒരു ഫാബ്രിക്കിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡയറക്റ്റ് ഓപ്പറേഷൻസിൻ്റെ ചാർജസ് ആണ്. അതായത് റോ മെറ്റീരിയൽ കോസ്റ്റ്, ഫാബ്രിക് ട്രിംസ് ആൻഡ് ആക്സസറീസ് കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റിൽ കട്ടിംഗ്, മേക്കിംഗ്, ട്രിമ്മിംഗ്, ഫിനിഷിംഗ് കോസ്റ്റ്, പിന്നെ വാഷിംഗ് കോസ്റ്റ് ഇതെല്ലാം ഡയറക്റ്റ്ലി വരുന്നതാണ്. പിന്നെ ഡയറക്റ്റ് ലേബറും. ഇൻഡയറക്റ്റ് കോസ്റ്റായ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, ഇലക്ട്രിക് ചാർജസ് ഇതെല്ലാം ഇൻഡയറക്റ്റ് ചാർജസ് ആയിട്ട് വരുന്നത്. ഈ മെയിൻ ആയിട്ട് ഈ കോസ്റ്റിംഗ് ഹെഡ്സ് കൂടാതെ തന്നെ പ്രോഫിറ്റ്, കമ്മീഷൻ ഇതെല്ലാം കൂടി കണക്കാക്കിയിട്ടാണ് ഒരു ഗാർമെൻറ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ ബയറിൽ നിന്ന് ഒരു എക്സ്പോർട്ട് ഓർഡർ കിട്ടുന്നതിന്റെ മെയിൻ ഫാക്ടേഴ്സ് സാമ്പിളിംഗ് എങ്ങനെയായിരിക്കും, രണ്ടാമത്തേത് ഡെലിവറി എപ്പോൾ ചെയ്യാൻ പറ്റും, മൂന്നാമത്തേത് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കോസ്റ്റിംഗ് എങ്ങനെയാണെന്ന്. ദ ഫോർത്ത് മെയിൻ ഫംഗ്ഷൻ ഈസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എല്ലാവരുടെയും ഇമ്പോർട്ടൻ്റ് ആണ്. മെർച്ചൻഡൈസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ആവുന്നത്? ഒന്ന്, ബയറും മാനുഫാക്ചറിംഗ് യൂണിറ്റ് തമ്മിൽ, മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും തമ്മിൽ, മാനുഫാക്ചറിംഗ് യൂണിറ്റും സപ്ലയേഴ്സും തമ്മിൽ, ഈ എല്ലാ കമ്മ്യൂണിക്കേഷന്റെ മെയിൻ മീഡിയേറ്റർ എന്ന് പറയുന്നതും എല്ലാ രീതിയിലും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും ഈ മെർച്ചൻഡൈസേഴ്സ് ആണ്. ഏതൊരു ഗാർമെന്റ് ഓർഡറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ആണ്. ഒരു ഓർഡറിനെ സംബന്ധിച്ച് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും, അതിന്റെ സ്കെച്ച് ഉണ്ടാവും, അതായത് ടെക്നിക്കൽ സ്കെച്ച് ഉണ്ടാവും, മെഷർമെന്റ് ചാർട്ട് ഉണ്ടാവും, സൈസ് സ്പെക് ഉണ്ടാവും, പിന്നെ ഏത് രീതിയിലെ പ്രിന്റ് ആണ്, എംബ്രോയിഡറീസ് ആണ്, അല്ലെങ്കിൽ ട്രിംസ് ആൻഡ് ആക്സറീസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഫാബ്രിക് ഡീറ്റെയിൽസ് ഉണ്ടാവും, അതിന്റെ ഡെലിവറി ഡേറ്റ് ഉണ്ടാവും, പാക്കിംഗ് ലിസ്റ്റ് ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും അടക്കിയിരിക്കുന്ന സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സിനെയാണ് ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് വിച്ച് ഇസ് റിലേറ്റഡ് ടു എ പ്രോഡക്റ്റ്, അതാണ് ഈ ടെക് പാക്ക്. ഈ ടെക് പാക്ക് ഉള്ളത് ഇനീഷ്യൽ സ്റ്റേജസിൽ മെർച്ചൻഡൈസിംഗ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. പിന്നീട് ടെക് പാക്കിനെയാണ് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിന് ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴാണ് മെർച്ചൻഡൈസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിന് ഒരു ഓർഡറിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് മെയിൻ ഫംഗ്ഷൻ ഈസ് ഡോക്യുമെന്റേഷൻ. പിന്നെ റെക്കോർഡ് മെയിന്റനൻസും, രണ്ടും ഒരുമിച്ച് പറയാം. ഡോക്യുമെന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ബയർ ഒരു ഓർഡർ തരുന്നത് പെർച്ചേസ് ഓർഡർ തരുമ്പോഴാണ്. ഈ പെർച്ചേസ് ഓർഡർ അതിനനുസരിച്ച് നമ്മൾ ഒരു കൺഫർമേഷൻ അയക്കണം, ദാറ്റ് വി ആർ റെഡി ടു ഡു ദ ഓർഡർ. അതിനെ നമ്മൾ പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറയും. അതായത് ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ്, അതായത് അഡ്രസ്സും നമ്മളെ പേയ്മെന്റ് ഡീറ്റെയിൽസും, നമ്മളുടെ പാക്കിംഗ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഡെലിവറി എങ്ങനെയായിരിക്കും, ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ്. ഇത് നമ്മൾ തിരിച്ച് ബയർക്ക് കൺഫർമേഷൻ ആയിട്ട് അയക്കുന്നതിന്റെ ഭാഗമായിട്ട് ദാറ്റ് വി ആർ റെഡി ഫോർ ദ ഓർഡർ, നമ്മൾ ഇത് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള ഒരു കൺഫർമേഷൻ അയക്കുന്നതാണ് ഈ പ്രൊഫോമ ഇൻവോയ്സ്. ഇത് ചെയ്യുന്നത് മെർച്ചൻഡൈസിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ്. പിന്നെ ഡോക്യുമെന്റേഷൻ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഏത് ബയർ അപ്രൂവൽസ്, കമന്റ്സ് വരുന്നോ, ഏത് രീതിയിൽ ബയർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നോ, ഇതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ ഫയൽ ചെയ്ത് വെച്ച്, അതാണ് റെക്കോർഡ് മെയിന്റനൻസിൽ പറയുന്നത്, ഫയൽ ചെയ്ത് വെച്ച് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിന് നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സ്റ്റേജിൽ, സാമ്പിളിംഗ് ചെയ്ത സ്റ്റേജും അപ്രൂവൽ വാങ്ങിയ സ്റ്റേജിന്റെയും എല്ലാ കമന്റ്സും നമ്മൾ ബയർ എന്തൊക്കെ നമ്മളോട് പറയുന്നു അതിന്റെ എല്ലാം കൗണ്ടർ ഡോക്യുമെന്റ്സ് നമ്മളുടെ കയ്യിൽ സൂക്ഷിച്ച് ഇത് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ അത് അത്യാവശ്യം സൂക്ഷിച്ചും വെക്കണം, കമ്മ്യൂണിക്കേറ്റും ചെയ്യണം. പിന്നെ ഒരു ഗാർമെന്റ് നമ്മൾ അപ്രൂവലിന് വേണ്ടി അയക്കുമ്പോൾ, അതിപ്പോ ഫാബ്രിക് ആവട്ടെ അല്ലെങ്കിൽ ഗാർമെന്റ് സാമ്പിൾസ് അപ്രൂവലിന് അയക്കുന്ന സമയത്തും എല്ലാത്തിന്റെയും ഒരു കൗണ്ടർ സാമ്പിൾസ് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നാളെ ഈ ഒരു സാമ്പിളിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിനോട് ഈ കമന്റ്സ് നമ്മൾ അത് നോക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾക്ക് പറ്റുള്ളൂ. ഇതിനെയാണ് നമ്മൾ കൗണ്ടർ സാമ്പിൾസ് എന്ന് പറയുന്നത്. ഈ ഒരു സെഷനിലൂടെ മെർച്ചൻഡൈസിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മെർച്ചൻഡൈസേഴ്സിന്റെ റോൾ ഒരു ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതിനായി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾ നോക്കി.
അപ്പോൾ മെർച്ചൻഡൈസേഴ്സിന് ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദേ മസ്റ്റ് ഹാവ് സെറ്റ് ഓഫ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് പറയുന്നെങ്കിൽ മെർച്ചൻഡൈസേഴ്സിന് ആദ്യം വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. ഒരു ഓർഡർ കയ്യിൽ കിട്ടാൻ എത്രത്തോളം ബയറോട് സംസാരിക്കണം, അല്ലെങ്കിൽ ആ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ബാക്കി ഡിപ്പാർട്ട്മെന്റ്സിന്റെ അടുത്ത് ഈ ഒരു ഓർഡർ ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, സപ്ലയേഴ്സിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, കമ്പനി അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്സിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇത് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് ഈസ് പ്രോംപ്റ്റ് ആയിട്ടുള്ള ഡെസിഷൻ മേക്കിംഗ്. കാരണം ഒരു ഓർഡർ എല്ലാ രീതിയിലും ഒരു ബയർ സംസാരിക്കുന്നത് മെർച്ചൻഡൈസേഴ്സിനോട് കൂടെ ആയിരിക്കും അറ്റ് ദ ഫസ്റ്റ് സ്റ്റേജ്. ആ സമയത്ത് ബയറിന്റെ ഏത് കാര്യങ്ങളും പ്രോംപ്റ്റ് ആയിട്ട് ആലോചിച്ച് തിരിച്ച് അപ്പൊ തന്നെ പറയാനുള്ള ഒരു കഴിവ്, അതായത് ഡെസിഷൻ മേക്കിങ്ങിന്റെ കഴിവ് ഈ മെർച്ചൻഡൈസേഴ്സിൽ ഉണ്ടാവണം. അതിപ്പോ കോസ്റ്റിംഗിന്റെ കാര്യത്തിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടാകുന്നത്. അല്ലെങ്കിൽ ഡെലിവറി ഡേറ്റിന്റെ കാര്യം പറയുന്ന സമയത്ത് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ട്, ഒരു ഗാർമെന്റ് ഡെലിവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ഒരു ധാരണ എല്ലാം ഈ മെർച്ചൻഡൈസേഴ്സിന് ആവശ്യമാണ്. അത് അതിനനുസരിച്ചിട്ട് ബയറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പ്രോംപ്റ്റ് ആയിട്ട് പറയാനും ഒരു മെർച്ചൻഡൈസറിന് കഴിയണം. തേർഡ് വൺ എന്ന് പറയുന്നത് ടെക്നിക്കൽ നോളജും കൂടി ഉണ്ടായിരിക്കണം. ഓരോ ടെക്നിക്കൽ വശങ്ങളും കൂടി ബയർ ഒരു കാര്യം പറയുമ്പോൾ അത് ചെയ്യാൻ പറ്റുമോ, അത് എത്രത്തോളം ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ധാരണയും കൂടി, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അത് ടെക്നിക്കൽ പേഴ്സൺസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ധാരണയും കൂടി മെർച്ചൻഡൈസേഴ്സിന് ആവശ്യമാണ്. നാലാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഒരു മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ കോസ്റ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ഡേറ്റ്സ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ അനാലിറ്റിക്കൽ നോളേജ് നല്ലോണം ഉണ്ടാവണം. മെർച്ചൻഡൈസേഴ്സ് ഷുഡ് ഹാവ് ഗുഡ് പ്രൊഫിഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ നോളേജ്, അല്ലെ? എല്ലാ കാര്യങ്ങളും മെയിൽസ് അയക്കുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും എക്സലിൽ കോസ്റ്റിംഗ് പ്രിപ്പയർ ചെയ്യുന്നതും എല്ലാം നമുക്ക് കമ്പ്യൂട്ടർ അത്യാവശ്യമാണ്. അപ്പൊ മെർച്ചൻഡൈസേഴ്സിന് കമ്പ്യൂട്ടർ നോളേജ് നല്ലോണം ഉണ്ടായിരിക്കണം. പിന്നെ കുറെ ക്വാളിറ്റീസും കൂടി ഉണ്ട്. ക്വിക്ക് റെസ്പോൺസീവ് ആയിരിക്കണം. കാര്യങ്ങൾ അപ്പൊ തന്നെ തിരിച്ച് ധരിപ്പിക്കാനും പറയാനും ഉള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഗുഡ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഇത് കൂടാതെ ഒരു എക്സ്പോർട്ട് ഓർഡർ ബന്ധപ്പെട്ട് കുറെ ഡോക്യുമെന്റ്സും കൂടി ഉണ്ട്. ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ്, അല്ലെങ്കിൽ എയറിലാണെങ്കിൽ എയറിന്റെ ഡോക്യുമെന്റ്സ്, പേയ്മെന്റ് ഡോക്യുമെന്റ്സ്, ഇതിനെ കുറിച്ചൊക്കെ ഉള്ള അറിവും മെർച്ചൻഡൈസേഴ്സിന് എന്തായാലും അത്യാവശ്യമാണ്. ഇൻഡസ്ട്രിയിലെ ബാക്കി ഡിപ്പാർട്ട്മെന്റ്സിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും ടീം വർക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടും അപ്രോച്ചബിളും കൂടി ആയിരിക്കണം. ഒരു ടെക്നിക്കൽ പേഴ്സൺ എന്തെങ്കിലും ബുദ്ധിമുട്ട് അത് പറയാൻ, അത് കേൾക്കാൻ ക്ഷമയുള്ളതായിരിക്കണം. പേഷ്യൻസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ കുറെ ക്വാളിറ്റീസ് ഒക്കെ ഈ മെർച്ചൻഡൈസേഴ്സിൽ ഉണ്ടായാൽ മാത്രമേ മെർച്ചൻഡൈസിങ് ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരാളുടെ റെസ്പോൺസിബിലിറ്റിയോ അല്ലെങ്കിൽ പ്രവർത്തനം മാത്രം പോരാ. റൈറ്റ് ഫ്രം ദ റിസീവിംഗ് ആൻ ഓർഡർ ടിൽ ദ ഷിപ്മെന്റ് ഒരുപാട് ആൾക്കാരുടെ ഇൻവോൾവ്മെന്റും ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സും അസോസിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ എല്ലാ കാര്യങ്ങളും സക്സസ്ഫുള്ളി നമുക്ക് ഡെലിവറി വരെ കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ. ഡിയർ സ്റ്റുഡൻസ്, മെർച്ചൻഡൈസിംഗ് എന്ന ടോപ്പിക് കുറച്ച് തിയറി ബേസ് ചെയ്തിട്ടായിരുന്നു, അല്ലെ? ബട്ട് റിയലി ഒരു ഇൻഡസ്ട്രിയിൽ പോയി മെർച്ചൻഡൈസിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻവോൾവ് ആവുകയാണെങ്കിൽ പ്രാക്ടിക്കലി അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഒരു ടൈപ്പ് ഓഫ് ജോബ് അല്ല ഇവിടെ നടക്കുന്നത്. പല രീതിയിലും ഒരുപാട് എല്ലാ സമയത്തും നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കേണ്ട ഒരു ജോബ് പ്രൊഫൈൽ ആണ് ഈ മെർച്ചൻഡൈസിംഗ്. ഒരുപാട് ഇൻഡസ്ട്രിയിൽ പെയ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് മെർച്ചൻഡൈസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു സെഷനിലൂടെ മെർച്ചൻഡൈസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കുറച്ച് ഫങ്ഷൻസ് നമ്മൾ നോക്കി, അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി. I hope this session was really helpful for you to understand the basic things about merchandising department in a garment industry. Thank you for listening to me, and I believe this would become more interesting once you get hands-on experience. Dear students, wish you all the best. Thank you.